ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഡയബറ്റിക് ഡയറ്റ് നോക്കുന്നവർക്കും ഇനി ഹെൽത്തി ഡയറ്റൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും തയ്യാറാക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള എഗ് തഡ്ക സാലഡിൻ്റെ റെസിപ്പിയുമായാണ് ഇത്. നിങ്ങൾക്ക് ഒരു നേരത്തെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ കംപ്ലീറ്റ് മീലായിട്ടോ ലൈറ്റ് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫീലിംഗ് കൂടിയാണ്. ഇനി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഹെൽത്തി തഡ്ക സാലഡ് തയ്യാറാക്കാനായിട്ട് ചൂടായി വന്ന പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ബോയിൽഡ് എഗ്ഗ് സ്ലൈസായി കട്ട് ചെയ്തതൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയിൽ മിക്സ് ചെയ്തേക്ക് ഇനി ലൈറ്റായിട്ടൊന്ന് പാൻ ഗ്രിൽ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തഡ്കയ്ക്ക് ആവശ്യമായ കുറച്ച് മസാല പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ട് എഗ്ഗ് ഫ്രൈ ചെയ്ത സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയ ജീരകോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഒനിയൻ ചോപ്പ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ അല്പം ഫ്ലേവറിന് ആവശ്യമായ ഒരു ഗാർലിക് ഗ്രേറ്റ് ചെയ്തതോടെ ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായ ഒരു പച്ചമുളക് കൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ഗരം മസാലയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി തഡ്കയ്ക്ക് ആവശ്യമായ ഒരു ഡ്രസ്സിങ് പെട്ടെന്ന് തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. യോഗേർട്ടിന് പകരമായിട്ട് നിങ്ങൾക്ക് ഗ്രീക്ക് യോഗേർട്ട് എടുക്കാം. അതുമില്ലെങ്കിൽ നല്ല കട്ട പുളി കുറഞ്ഞ തൈരും എടുക്കാവുന്നതാണ്. കൂടെ തന്നെ ആവശ്യത്തിനൊപ്പം മിക്സ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കിയ തഡ്ക മസാല ഡ്രസ്സിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഡ്രസ്സിങ്ങും മസാലയും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തഡ്ക സാലഡ് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടും ചപ്പാത്തിയുടെ കൂടെ സൈഡ് ഡിഷായിട്ടും കഴിക്കാവുന്ന നല്ലൊരു ഡിഷ് കൂടിയാണ്. ഇനി നമ്മുടെ സാലഡ് തയ്യാറാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജീസൊക്കെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യുക്കംബർ, ക്യാപ്സിക്കം, ക്യാബേജ്, ഓനിയൻ, ടൊമാറ്റോ ഒക്കെയാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജീസൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കൂടെ തന്നെ പാൻ ഗ്രിൽ ചെയ്തെടുത്ത നമ്മുടെ എഗ്ഗ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തഡ്ക ഡ്രസ്സിങ് കൂടെ ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നമ്മുടെ തഡ്ക മസാലയും സാലഡും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതാ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള എഗ് തഡ്ക സാലഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇത് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പോസ്റ്റ് വർക്കൗട്ട് ഫുഡായിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാവുന്ന ഒരു ലൈറ്റ് മീല് കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസ് സീരീസിൻ്റെ ഒരുപാട് റെസിപ്പീസും സാലഡ് പ്ലസ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സിങ്ങും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.